പ്രൈസ് ദി ലോർഡ്. പ്രേക്ഷക ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ ഞായറാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗ്ഗത്തിൽ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത്, ഭാഗ്യത്തെ ഓർത്ത്, പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആർക്കും ലഭിക്കാത്ത മകൾ ഭാഗ്യം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കർത്താവ് നൽകി ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയാക്കി ഈ വിശുദ്ധ മനോഹരമായൊരു പകൽ കൂടെ കാണുവാൻ കർത്താവ് അവസരം നൽകി. അനേകർക്ക് ആമേൻ ഈ പകൽ കാണുവാൻ കഴിയാതെ വണ്ണമായിരുന്നപ്പോൾ ദൈവം നമുക്ക് നല്ലൊരു പ്രഭാതത്തെ കാണുവാൻ സാധിപ്പിച്ചു. ആമേൻ ഈ വൈകിയ വേളയിലും ഒരുമിച്ച് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ചില വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാ ഞായറാഴ്ചയും നമ്മൾ മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്ക് വേണ്ടി കരയുവാൻ പ്രാർത്ഥിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകി. ആമേൻ നമ്മൾ നിന്നതല്ല, കർത്താവ് ആമേൻ നിർത്തിയതാണ്, നേടിയതല്ല. ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാം തന്നതാണെന്ന് ഉറപ്പുള്ളവർ ആമേൻ ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയുന്ന ആമേൻ വാക്കിതാണ്, എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ആമേൻ ഹല്ലേലൂയ ഞങ്ങളുടെ ഒരു യോഗ്യതകളുമല്ല ആമേൻ ആമേൻ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. ആമേൻ ഒത്തിരി പേരുടെ പ്രാർത്ഥന ആമേൻ ഹല്ലേലൂയ. അതുപോലെ കർത്താവ് ഞങ്ങളെ സ്നേഹിച്ചതുകൊണ്ട്, കർത്താവ് ഞങ്ങളെ കരുതിയതുകൊണ്ട്, മാനിച്ച് കർത്താവ് വഴി നടത്തി ഇത്രത്തോളം കർത്താവ് കുടുംബജീവിതത്തിലും ആമേൻ ഹല്ലേലൂയ കർത്താവ് ആക്കിയിരിക്കുന്ന ശുശ്രൂഷയിലും മിനിസ്ട്രിയിലുമൊക്കെ ആമേൻ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ അനുഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് മകൾ ഭാഗ്യമൊരുക്കി. ആമേൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്നതല്ല, കർത്താവ് നിർത്തിയതാണ്, നേടിയതല്ല. ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാം തന്നതാണ്. ആ ദൈവം തന്ന സകല നന്മകളെ ഓർത്ത്, ആമേൻ ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത് പ്രാർത്ഥനയോടെ സ്തുതിയോടെ സ്തോത്രത്തോടെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ ആരൊക്കെ ആയിരിക്കാൻ താല്പര്യപ്പെടുന്നു, ആരൊക്കെ ആമേൻ ആയിരിക്കുവാൻ ആമേൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു, സ്വർഗം വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആമേൻ നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ഇന്ന് രാത്രിയിലും ആയിരുന്നാട്ടെ. പ്രത്യേക അറിയിപ്പുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്കുള്ള മെസ്സേജുകളിലും പ്രാർത്ഥനകളിലൊക്കെ പറയുന്ന അറിയിപ്പാണ്. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര ഭാഗത്ത് നമ്മുടെ ഒരു പുതിയ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. MS പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിലാണ് നടത്തുന്നത്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് അറിയാം. ആമേൻ നിങ്ങൾ ആ ഫോട്ടോസൊക്കെ കണ്ടതാണ്. അവിടെ ഒരു മീറ്റിംഗ് സ്ഥലമാക്കി എടുക്കുന്നുവെങ്കിൽ ആമേൻ ഒത്തിരി ആമേൻ ചിലവുകളുണ്ട്. തറയൊക്കെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്, അതുപോലെ കസേര മേടിക്കേണ്ടതുണ്ട്, സൗണ്ട് സിസ്റ്റം ക്രമീകരിക്കേണ്ടതുണ്ട്, വാടക കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്നാമത്തെ വിഷയം നിങ്ങൾ പ്രാർത്ഥിക്കുക. 2 കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ആമേൻ ഹല്ലേലൂയ. 10 രൂപ നിങ്ങൾ ദൈവനാമത്തിന് കൊടുത്താലും 1 രൂപ കൊടുത്താലും ആമേൻ ഹല്ലേലൂയ കർത്താവ് അത് ആമേൻ ഹല്ലേലൂയ ആമേൻ അമർത്തി കുലുക്കി വലിയൊരളവായി കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും ഒത്തിരി നിക്ഷേപങ്ങളും അനുഗ്രഹങ്ങളും ആമേൻ ദൈവിക വാഗ്ദത്തങ്ങളും ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി കർത്താവ് നിങ്ങളെ മാനിക്കുന്നതിന് കാരണമാക്കി തീർക്കും. അതിനുവേണ്ടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. നെയ്യാറ്റിൻകര ഭാഗത്തുള്ളവരോടൊക്കെ നിങ്ങൾ പറയുക, എല്ലാ ഞായറാഴ്ചയും 3 മണി മുതൽ 6 മണി വരെ ആയിരിക്കും നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും നിങ്ങൾക്ക് ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ വചന സന്ദേശങ്ങളും ആരാധനകളും ഒക്കെ അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. വരുന്ന 2 ആഴ്ചയ്ക്കകം നമ്മുടെ മെസ്സേജുകൾ കണ്ടിന്യൂസ് കേൾക്കുന്നവർക്ക് ആമേൻ അപ്കമിങ് ആമേൻ അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ പറ്റും. നിങ്ങളെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്നും ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ മാസത്തിൻ്റെ അവസാനത്തെ 5 ദിവസമാണ്. ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിച്ച് പ്രാർത്ഥിക്കുക. വലിയ വിടുതലുകൾ കർത്താവ് ചെയ്യും. ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കട്ടെ. ഒരു മകൾ തൻ്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെട്ടു. 34 വയസ്സായ മകൾ ആമേൻ സൗദിയിലായിരുന്നു. ആമേൻ തനിക്ക് ആമേൻ തൻ്റെ സഹോദരിമാരെയൊക്കെ കെട്ടിച്ചു വിട്ടു. ആമേൻ ഹല്ലേലൂയ സഹോദരന്മാരും ഒക്കെ സേഫായി. തനിക്കൊരു ആമേൻ ഭാവി ജീവിതമില്ല. അങ്ങനെ പ്രിയ മകൾ കരച്ചിലോടും ഭാരത്തോടും ഒക്കെ ആയിരുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി. കഴിഞ്ഞ ദിവസം ആ മകൾ പറയുവാനിടയായി, തൻ്റെ ഹൃദയത്തെ അറിയുന്ന, തന്നെ കെയർ ചെയ്യുന്ന, തന്നെ ആമേൻ നന്നായി അറിയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രപ്പോസൽ കടന്നു വരുവാനിടയായി. ദൈവം അനുവദിച്ചാൽ ആമേൻ ഹല്ലേലൂയ ഓഗസ്റ്റ് മാസത്തിൽ തൻ്റെ വിവാഹം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. താൻ അപ്പോൾ നാട്ടിൽ കടന്നു വരുന്നെന്ന് കേൾക്കുവാനിടയായി. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ഈ ഞായറാഴ്ച രാത്രിയിലും വിവാഹപ്രായമായ തലമുറകളുണ്ട്. ഒത്തിരി തലമുറകൾ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഒരു വിവാഹത്തിന് വേണ്ടി, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി കരയുന്ന മക്കൾ, നല്ലൊരു പയ്യനെ കിട്ടണമേ, നല്ലൊരു പെൺകുട്ടിയെ കിട്ടണമേ കരയുന്നവർ ഇന്ന് രാത്രി ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ കരയുമെങ്കിൽ, നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ആലോചനകൾ കടന്നു വരട്ടെ. ജൂഡാമന ഹംതന ഹതനഘടകസിയാം തേനെ ജൂഡാമന ഹംതനഗതനഘടകസി. നല്ല കുടുംബജീവിതങ്ങളെ നൽകി മാനിക്കണമേ അപ്പാ. അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവം അങ്ങ് ഒരുക്കണമേ. സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. ആമേൻ ഭവനത്തിൻ്റെ പണികൾ തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, വസ്തുക്കൾ വാങ്ങി ഭവനം വെക്കുവാൻ കഴിയുന്നില്ല, കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നു, നീർന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നു. ഒരു വഴി തുറക്കുവാൻ ജൂഡാമന ഹംതന അർദ്ധൽ പ്രൗഢവന ദീപലഘടക ശംധാന വൈഡന റേഖേലഘടകസി ദീപൽ പ്രൗഢ ശംധേരകനെ അടകത്തുനീറി ഖാനഘടക ശംതന
കരകൽ കടകസി. എൻ്റെ ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന വാഗ്ദത്തം, സ്വന്തമായ ഭവനം എന്ന വാഗ്ദത്തം ഒത്തിരി ആഗ്രഹത്തോടുകൂടെ ഭവനം പൂർത്തീകരിച്ചു. പക്ഷെ സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ കഴിയുന്നില്ല. അതിനെ വിൽക്കണമെന്നുള്ള പൈശാചിക കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ അപ്പാ. സന്തോഷവും സമാധാനവും അനുഗ്രഹവും നൽകിയ ഭവനത്തിനകത്ത് അവരെ ഉറപ്പിക്കണമേ കർത്താവേ. ലോണുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. ചിട്ടി വീഴുവാൻ കാത്തിരിക്കുന്നവരുടെ വേഗത്തിൽ ആ ലോണുകൾ ലഭിക്കട്ടെ. ചുട്ടികൾ വീഴട്ടെ, തടസ്സങ്ങൾ മാറട്ടെ. മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. മദ്യപാന വ്യഭിചാര ബന്ധനങ്ങളിൽ ഡ്രഗ്സിന് അടിമപ്പെട്ടു പോയവർ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. മദ്യം വിഷമായി മാറട്ടെ കർത്താവേ. മദ്യം തെറ്റാണെന്നുള്ള ബോധം കൊടുക്കണമേ. മദ്യപാന ശക്തികളിൽ നിന്ന് വിടുവിക്കണമേ കർത്താവേ. വലിയൊരു വിടുതൽ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ. സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ, ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ. നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്, തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അപ്പോൾ വേഗത്തിൽ കച്ചവടം നടക്കട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആ ബിസിനസ്സിന്മേൽ ഉയർച്ചയുണ്ടാകട്ടെ കർത്താവെ. ഉദരഫലമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി, മാസങ്ങളായി ഒരു തലമുറയെന്ന ഭാഗ്യം കാണുവാൻ കഴിയാത്തവണ്ണം നിന്ന തലമുറയില്ലാത്തവളെന്നും മക്കളില്ലാത്തവനെന്നും നിന്ദിക്കപ്പെടുന്ന അവസ്ഥ ആരുടെയും മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്നില്ല. ആ നിന്ന മാറട്ടെ. ഇന്ന് രാത്രി വലിയ പ്രവൃത്തി അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം. ആമേൻ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. തടസ്സങ്ങൾ മാറിപ്പോകും. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്നു. സ്ക്രീൻ നമ്പർ നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വിഷയം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൊണ്ടായി തരും. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നും കൊല്ലം ജില്ല നെടുമങ്ങാട് ഭാഗത്തു നിന്നും പ്രേക്ഷക ഫാമിലി കാക്കാമുലയിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് ഒരു ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങിയ പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. മാത്രവുമല്ല, നെയ്യാറ്റിങ്കര ഭാഗം, തമിഴ്നാടിൻ്റെ ഭാഗം, കാഞ്ഞിരംകുളം ഭാഗത്ത് നിന്ന് കടന്നു വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേക്ഷക ഫാമിലിക്ക് കടന്നു വരിക. നെയ്യാറ്റിങ്കരത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യേണ്ട. നെയ്യാറ്റിങ്കര ഭാഗത്തുള്ളവരോട് അറിയിക്കുക. ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേക്ഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേക്ഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.